റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിനെ കുറിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില താക്കീതുകളും തിരിച്ചറിവുകളും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മക്ക വിജയം നടന്നതിന് ശേഷം, ഹിജ്റ 8-ാം വർഷം മക്ക വിജയം നടന്നതിന് ശേഷം ഒട്ടേറെ നിവേദക സംഘങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു സൂറത്തുണ്ട്, സൂറത്തുൻ നസ്ർ. നമുക്കെല്ലാവർക്കും പരിചയമുണ്ടാകും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ആ ഒരു സൂറത്ത് അറിയാത്തവർ ചുരുക്കമായിരിക്കും. ആ ഒരു സൂറത്തിന് സൂറത്തുൻ നസ്ർ എന്ന് മാത്രമല്ല, സൂറത്തു തൗദീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടപറച്ചിലിന്റെ സൂറത്ത് എന്ന ഒരു പേര് കൂടിയുണ്ട്. ആ പേര് കിട്ടാനുള്ള കാരണം ആ ഒരു സൂറത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത് താങ്കൾ കാണുകയും ചെയ്താൽ. ആ വാചകം ബോധ്യപ്പെട്ടു. ആളുകൾ എല്ലാവരും ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിടവായിരിക്കും ഉണ്ടാകുക. ഈ സംഭവം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് ഒരു നിവേദക സംഘത്തെ പറഞ്ഞയക്കുകയാണ്. അതിന്റെ നേതൃത്വം ഉണ്ടായിരുന്നത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനാണ്. ആ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഒട്ടകപ്പുറത്തിരുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൈയും ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് മുആദിനോട് പറയുന്ന ഒരു വാചകമുണ്ട്, യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബരി. മുആദ്, നിങ്ങൾ യമനിലേക്ക് പോകുകയാണല്ലോ, നിങ്ങൾ ഒരു പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ എന്റെ ഖബറിനടുത്തുകൂടിയായിരിക്കും നടന്നു പോകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതും തബകാ മുആദ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു വിട്ടു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഭാഗത്തേക്ക് നിന്നുകൊണ്ട് ഒട്ടേറെ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നുണ്ട്. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂചനയുണ്ടായിരുന്നു വഫാത്ത് അടുത്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നീടുള്ള മാസങ്ങളിൽ നിരന്തരമായി വഹ്യുകളായിരുന്നു. ഓരോരോ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ മുമ്പുള്ള റമദാനിന്റെ മുമ്പ് വരെ എല്ലാ റമദാനിലും അവസാനത്തെ 10-ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന്റെ തൊട്ട് മുമ്പുള്ള റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നു. എല്ലാ റമദാനിലും ഒരു തവണ മാത്രമാണ് ഖുർആൻ മുഴുവനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമക്ക് ഓതിക്കൊടുത്തിരുന്നതെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ തലേ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ ഓതിക്കൊടുക്കുകയുണ്ടായി. എന്തിനേറെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാ, അവസാനത്തെ ഹജ്ജ്, വിടവാങ്ങൽ ഹജ്ജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളത്. ആ ഹജ്ജിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത് മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങളിലും സൂചനകൾ നൽകിക്കൊണ്ടേയിരുന്നു. എത്രത്തോളം എന്നാൽ പ്രവാചകന്റെ ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണമാണ് ഖുതുബത്തുൽ വദാ എന്ന പേരിൽ, അറഫ പ്രസംഗം എന്ന പേരിൽ ഇസ്ലാമിക ചരിത്രത്തിലുള്ളത്. ആ അറഫ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയതും ആ സദസ്സിലുണ്ടായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഉമറിന്റെ കരച്ചിൽ കണ്ടിട്ട് ആളുകൾ നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ലൈസ ബഅദൽ കമാലി ഇല്ല നഖ്സ്. പൂർണ്ണതയ്ക്ക് ശേഷം ഇനി ഒരു കുറവല്ലാതെ മറ്റൊന്നും വരാനില്ല. ഇസ്ലാം പൂർണ്ണമായിട്ടുണ്ടോ? എന്നാൽ ഇനി ഒരു വിടവ് വരാനുണ്ട്, ഇനി ഒരു നഷ്ടം വരാനുണ്ട്. അത് തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തും സ്വഹാബത്തിനോട് പറഞ്ഞു, ഖുദൂ മനാസികകും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ. ഇതാ എന്നിൽ നിന്ന് നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ കൃത്യമായി പഠിച്ചോ, ഇനി ഒരിക്കലും തന്നെ എനിക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സംസാരങ്ങളിലും അത് ബോധ്യപ്പെടുത്തി. ഖുതുബക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വ ബൈന മാ ഇൻദഹു ഫഖ്താറ ദാലികൽ അബ്ദു മാ ഇൻദല്ലാഹ്. ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കാനുള്ള സാവകാശങ്ങൾ കൊടുത്തു, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ഒന്നുകിൽ അയാൾക്ക് ദുനിയാവിലുള്ളത് തെരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ആ അടിമക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ അടിമ ഫഖ്താറ മാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലുള്ളത് ആ അടിമ തെരഞ്ഞെടുത്തു. ഈ വാചകം പറഞ്ഞതും
പള്ളിയുടെ ഒരു മൂലയിൽ ഇരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅജിബ്നാ ലിബുകാഇഹി അൻ യുഖ്ബിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അബ്ദിൻ ഖുയ്റ. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ ഒരു അടിമയെ കുറിച്ച് പറഞ്ഞു. ആ അടിമ അള്ളാന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. അതിനെന്തിനാണ് അബൂബക്കർ കരയുന്നത്? എന്നിട്ട് അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾക്ക് മനസ്സിലായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ളത്. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അറിഞ്ഞു ആ തെരഞ്ഞെടുത്ത വ്യക്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഈ ദുനിയാവല്ല അള്ളാന്റെ അടുക്കലുള്ള സാമീപ്യമാണെന്നും ഞങ്ങൾക്ക് പിന്നീടാണെന്ന് മനസ്സിലായത്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനകളായിരുന്നു. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗം കാരണത്താലാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. ആ രോഗത്തിന്റെ തുടക്കം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുന്നത് ഒരു റബീഉൽ അവ്വൽ 12-നാണെങ്കിൽ അതിന്റെ മുമ്പുള്ള സഫർ മാസത്തിൽ, ആ സഫർ മാസം അവസാന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീയിലേക്ക് പോകുകയാണ്. ബഖീ എന്ന് പറഞ്ഞാൽ മദീനത്തെ ഖബർസ്ഥാനം. ഒരുപാട് സ്വഹാബിമാരുടെ ഖബറുകൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്, ഖബറുകൾ കൂട്ടപ്പെട്ടിട്ടുള്ളത് ആ ഭാഗത്താണ്. അവിടേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നു. അവർക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥനകൾ നടത്തി. ചില ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും, ഒരു അൻസാരിയായ സ്വഹാബിയുടെ മരണത്തിന് ശേഷമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായ തലവേദന വരാൻ തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം അങ്ങേയറ്റം വേദനിക്കാൻ തുടങ്ങി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ തന്റെ ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. അവിടേക്കാണ് പോകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നു. വേദന വിടുന്നില്ല, തലവേദന മാറുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടന്നു. പിറ്റേ ദിവസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഭാര്യമാരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം ചോദിക്കുകയാണ്. ഭാര്യമാരോട് അനുവാദം ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം തീരുമാനിച്ചാൽ അവിടെ ഒരാളും എതിര് പറയാനില്ല. പക്ഷേ എങ്കിലും നീതിയുള്ള ഒരു ഭർത്താവ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് പറഞ്ഞു, പള്ളിയോട് ഏറ്റവും സാമീപ്യത്തിലുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി താമസിക്കട്ടെ എന്നെല്ലാവരോടും അനുവാദം ചോദിച്ചു. അവരെല്ലാവരും ഐക്യകണ്ഠേന സമ്മതിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൈമൂന റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. ഇസ്ലാമിക ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നടക്കാൻ കഴിയുന്നില്ല. രണ്ടാളുകളുടെ ചുമലിൽ ഇങ്ങനെ കൈവച്ചു. ഒരു ഭാഗത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവും മറുഭാഗത്ത് അലി റളിയല്ലാഹു അൻഹുവും രണ്ടുപേരുടെയും ചുമലിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോകുമ്പോൾ സ്വഹാബത്ത് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദങ്ങൾ ഇങ്ങനെ മണലിൽ ഇങ്ങനെ ഒരതി പോകുന്നുണ്ടായിരുന്നു. ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയാത്ത രൂപത്തിൽ. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ ബീവിയുടെ വീട്ടിലുണ്ടായിരുന്ന വലിയൊരു പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അതിൽ പ്രവാചകൻ ഇരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 കിണറുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറയാണ്. എന്താണ് അതിന്റെ ഹിക്മത്ത്? അല്ലാഹുവിനറിയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലൂടെ അതൊഴിക്കാൻ വേണ്ടി പറഞ്ഞു. 7 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്താൻ വേണ്ടി പറഞ്ഞു. പ്രവാചകന്റെ തലയിൽ ഒരു തുണി ചുറ്റി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുകയാണ്. സഹാബത്തിന് ഒട്ടേറെ ഉപദേശങ്ങൾ കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അതുവരെ കൊടുക്കാത്ത ഉപദേശങ്ങൾ. സ്വഹാബിമാർ അത്ഭുതപ്പെട്ടു പോയി, എന്തേ പ്രവാചകൻ ഇത്രത്തോളം ഞങ്ങളോട് പറയാനുള്ളത്? എങ്കിലും അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംസാരം എല്ലാവിധ ബഹുമാനത്തോടും കൂടി അവർ കേട്ടിരുന്നു. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന കൂടാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി പലരും കടന്നു വന്നു. അതിൽ മഹാനായ ബിശ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ബിശ്റും ഉണ്ടായിരുന്നു. ആരാണ് ബിശ്ർ റളിയല്ലാഹു അൻഹു എന്ന് പറയുമോ? ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ജൂത പെണ്ണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഭക്ഷണത്തിൽ അവൾ വിഷം പുരട്ടിയിട്ടുണ്ടായിരുന്നു. ആ വിഷം പുരട്ടിയ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വായിൽ വെച്ച ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ബിശ്ർ റളിയല്ലാഹു അൻഹു അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ജൂത പെണ്ണ് കൊടുത്ത ആ വിഷം പുരട്ടിയ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഷഹീദായ ആളാണ് ബിശ്ർ റളിയല്ലാഹു അൻഹു. ആ വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ സിൽതു അജ്ദു മിനൽ അക്ലത്തി അല്ലതി അകൽതു ബിഖൈബർ ഫഹാദാ അവാനു ഖതഅത് അബ്ഹരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഒരു ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ മുമ്പ് ഖൈബറിൽ വെച്ചുകൊണ്ട് ആ ഭക്ഷണം കഴിച്ചില്ലേ, അതിന്റെ വേദന ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ കണ്ടനാടികൾ മുറിക്കപ്പെടുന്ന രൂപത്തിലുള്ള വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഈ വാചകം പണ്ഡിതന്മാർ കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം പിടിപെട്ടുകൊണ്ടുള്ള മരണം മാത്രമല്ല,
ശത്രുക്കൾ ഒരുക്കി വെച്ചിട്ടുള്ള വിഷം പുരട്ടിയ ഭക്ഷണം കഴിച്ചു എന്നുള്ള കാരണത്താൽ ശത്രുക്കൾ കുലപ്പെടുത്താനുള്ള കാരണമുണ്ടാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകം പറയുമ്പോൾ ഉമ്മു ബിശ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുന്നുണ്ട്, പ്രവാചകരെ ഞാനും വിചാരിക്കുന്നു അതന്നെയായിരിക്കും, കാരണം എന്റെ മകനും അങ്ങനെ മരണപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായ വേദന വരാൻ തുടങ്ങി. പ്രവാചകൻ എഴുന്നേൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. പ്രവാചകന്റെ അടുക്കിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഇരിക്കുന്ന ഒരു രംഗമുണ്ട്. പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നു. പ്രവാചകനെ ഒരു വെളുത്ത വരയുള്ള കറുത്ത നിറമുള്ള ഒരു പുതപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ തലയിലൂടെ അതിട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ പുതപ്പിന്റെ മുകളിൽ കൈവച്ചപ്പോൾ പോലും അദ്ദേഹത്തിന് കൈ പൊള്ളുന്ന രൂപം. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് ശക്തമായ പനിയുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഉണ്ട്, നിങ്ങളിൽ 2 പേരുടെ പനിയുണ്ട്, 2 ആളുകൾക്കുള്ള വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങനെയെങ്കിൽ പ്രവാചകരെ 2 ആളുകൾക്കുള്ള പ്രതിഫലവും നിങ്ങൾക്ക് കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിട്ടും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പനിയാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും അതിൽ അവൻ ക്ഷമിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുകയാണെങ്കിൽ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. ഏതുപോലെ എന്നാൽ ഒരു മരത്തിൽ നിന്നും ചില്ലകളിൽ നിന്നും ഇലകൾ ഇങ്ങനെ കൊടിഞ്ഞു പോകുന്നത് പോലെ അവന്റെ പാപങ്ങൾ ഇങ്ങനെ കൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ തലേ വ്യാഴാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മഗ്രിബ് നമസ്കാരത്തിനു വേണ്ടി ഇമാമത്ത് നിന്നു. സൂറത്ത് മുർസലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലി. നമസ്കാരം കഴിഞ്ഞു. സ്വഹാബിമാരെല്ലാവരും പള്ളിയിലുണ്ട്, ആരും പോകുന്നില്ല. എല്ലാവരും എന്താണ് പ്രവാചകനെ പറ്റിയത്, ഇതുവരെ ഞങ്ങൾ കാണാത്ത ഒരു പ്രവാചകൻ, ഇതുവരെ അനുഭവിക്കാത്ത പ്രവാചകന്റെ വേദനകളുണ്ട്, അതൊക്കെ അവരിങ്ങനെ കണ്ണുകൊണ്ട് കാണുകയാണ്. ഏകദേശം ഇശാഇന്റെ സമയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ജനങ്ങൾ നിസ്കരിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. ആ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു, ഖുൽനാ ലാ ഹും യന്തളിറൂനക യാ റസൂലല്ലാഹ്, ഇല്ല പ്രവാചകരെ, ഇല്ല, അവർ നിങ്ങളെ കാത്തുക, അവർ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഉ ലിമാഇൻ ഫിൽ മിഖ്ളബ്, ഒരു തൊട്ടിയിൽ കുറച്ച് വെള്ളം കൊണ്ടുവരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വെള്ളം എടുത്തുകൊണ്ട് വുദു എടുത്തു. വുദു പൂർണ്ണമായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. പ്രവാചകൻ അവിടെ വീണുപോയി. പ്രവാചകൻ ബോധം കെട്ടു വീണു. കുറച്ച് കഴിഞ്ഞു, സഹാബത്ത് വീണ്ടും പ്രവാചകരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറന്നു. വീണ്ടും ചോദിച്ചു. ആദ്യത്തെ ചോദ്യം, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ഈ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള പ്രവാചകന്റെ ചോദ്യം, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? അപ്പോഴും അവർ പറഞ്ഞു, ഇല്ല, പ്രവാചകൻ നിങ്ങളെ കാത്തുകൊണ്ടിരിക്കുക. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വുദു എടുത്തു. വുദു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ബോധം കെട്ടു. 3 തവണ ഇത് ആവർത്തിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അബൂബക്കറിനെ വിളിക്കും, ബിലാലിനെ വിളിക്കും, ബാങ്ക് വിളിക്കാൻ പറയും, അബൂബക്കറിനെ വിളിക്കും, ഇമാമ നിൽക്കാൻ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൂചന കൊടുക്കുകയായിരുന്നു. അവിടെ നിന്നങ്ങോട്ട് പിന്നീടുള്ള പല ദിവസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല പ്രഖ്യാപനങ്ങളും നടത്തി. എത്രത്തോളം എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ തലേ ദിവസം റബീഉൽ അവ്വൽ 11 ഞായറാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ അടിമകളെയും പ്രവാചകൻ മോചിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഏതാനും ദിർഹമുകൾ ഉണ്ടായിരുന്നു, ആ ദിർഹമുകളും കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ആയുധ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കൊടുത്തു, എല്ലാം കൊടുത്തു. പിറ്റേ ദിവസം, ഇന്നത്തെ ദിവസം റബീഉൽ അവ്വൽ 12 രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിന് വേണ്ടി എഴുന്നേൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തല ഉയർത്തി ഇങ്ങനെ നോക്കുക. സ്വഹാബിമാരെല്ലാവരും മദീന പള്ളിയിലുണ്ട്. അവരുടെ ഇമാമായിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവസാനമായി പുഞ്ചിരിച്ച ദിവസമായിരുന്നു റബീഉൽ അവ്വൽ 12. ആ ഒരു സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരി മാറ്റിക്കഴിഞ്ഞാൽ പള്ളി കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിരി മാറ്റി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ എല്ലാവരും ഐക്യത്തോടു കൂടി നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു. പ്രവാചകൻ പുഞ്ചിരിച്ചു. നബി അവിടുന്ന് എഴുന്നേറ്റ് കൊണ്ട് വരാൻ നിൽക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു. ആ സംഭവം കഴിഞ്ഞു. അടുത്ത ഘട്ടം മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരമൊക്കെ കഴിഞ്ഞു. സ്വഹാബിമാർക്കും സമാധാനമായി, പ്രവാചകന്റെ പ്രയാസങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാവരും തിരിഞ്ഞുപോയി. ഏകദേശം ളുഹായോടടുത്ത സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്കതാ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നു. ബാപ്പാന്റെ കിടത്തം കണ്ടിട്ട് മകൾക്ക് സഹിക്കണില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, വാഖർ ബാബാ, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ്, എന്താ എന്റെ വാപ്പാക്ക് ഇങ്ങനെ ഒരു പ്രയാസം?
ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം. മോളെ, ഇന്ന് കഴിഞ്ഞ നിന്റെ വാപ്പാക്ക് ഒരു വേദനയില്ലട്ടോ, ഇന്ന് കഴിഞ്ഞ നിന്റെ വാപ്പാക്ക് വേദനയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ തന്നിലേക്ക് ചേർത്തു. അവരുടെ വലത്തെ കാതിൽ ഒരു സ്വകാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർ കരയാൻ തുടങ്ങി. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് മോളെ നിന്നോട് പറഞ്ഞത്? നിന്റെ വാപ്പ എന്ത് സ്വകാര്യമാണ് പറഞ്ഞത്? അവർ പറഞ്ഞു, ഇല്ല, ഞാൻ പറയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഒരു സ്വകാര്യം പറഞ്ഞു. അപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിക്കാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും ചോദിച്ചു, എന്താ നിന്റെ വാപ്പ പറഞ്ഞ സ്വകാര്യം? പറഞ്ഞു കൊടുത്തില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം വീണ്ടും ഒരു ദിവസം ഓർമ്മ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംഭവത്തെക്കുറിച്ച് ചോദിച്ചു. ആ സമയത്ത് അവർ പറഞ്ഞു, എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞ സ്വകാര്യം വാപ്പാന്റെ മരണത്തെക്കുറിച്ചായിരുന്നു, ഉപ്പാന്റെ മരണത്തെക്കുറിച്ചായിരുന്നു. ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ ആദ്യമായി കൊണ്ട് ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായി ചേരുക ഞാനായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉപ്പ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കരഞ്ഞത്, ഉപ്പാന്റെ മരണത്തെക്കുറിച്ച് ആലോചിച്ചു. ഞാൻ ചിരിക്കാനുണ്ടായ കാരണം എന്താണെന്നറിയോ? എന്നോട് ഉപ്പ ചോദിച്ചു, സ്വർഗ സ്ത്രീകളിൽ നേതാവാകണ്ടേ നിനക്ക്, ആ സ്ഥാനം നീ തൃപ്തിപ്പെടുന്നില്ലേ എന്ന ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരമക്കളെ വിളിച്ചു, ഭാര്യമാരെ വിളിച്ചു. അവിടെ നിങ്ങോട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില വസിയ്യത്തുകൾ നിർവഹിക്കുകയാണ്. സമൂഹത്തോടുള്ള വസിയ്യത്ത്, മിമ്പറിൽ വെച്ചുകൊണ്ട് നടത്തിയ വസിയ്യത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് നടത്തിയ ഒരു വസിയ്യത്തുണ്ട്. അസ്സലാ അസ്സലാ വമാ മലകത് അയ്മാനുക്കും. നമസ്കാരം, നമസ്കാരം, നിങ്ങൾ അധീനപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ വലങ്കൈകൾ അധീനപ്പെടുത്തിയിട്ടുള്ളവരും. ഈ വാചകം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. കഴിഞ്ഞ ഖുതുബയിൽ ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാവിന്റെ അവസാനത്തെ വസിയ്യത്തിൽ ഒരു വാചകമാണത്. നമസ്കാരം ഒഴിവാക്കരുത്, നമസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ ഉണ്ടാവരുത് എന്ന ഒരു വാചകം. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂത ക്രൈസ്തവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു താക്കീത് കൂടി കൊടുത്തു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി പല സ്വഹാബിമാരും വന്നപ്പോഴെല്ലാം പ്രവാചകൻ ആ ഒരു വെളുത്ത വരെയുള്ള ആ കറുത്ത പുതപ്പ് ഇങ്ങനെ തലയിലൂടെ ഇട്ടിട്ടുണ്ട്. പ്രവാചകൻ ഇടക്ക് ആ പുതപ്പങ്ങും തന്റെ മുഖത്ത് നിന്ന് മാറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകമുണ്ട്, ലഅനത്തുല്ലാഹ് അലൽ യഹൂദി വന്നസ്വാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രൈസ്തവന്മാരെ അല്ലാഹു ശപിക്കട്ടെ. എപ്പോഴാ പറയുന്നത്? മരിക്കാൻ കിടക്കുന്ന സമയത്ത്, അവസാനത്തെ വസിയ്യത്തിൽ പറയാ, ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിക്കട്ടെ. അതിന്റെ കാരണം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങളെ ആരാധനാലയമാക്കി, മസ്ജിദുകളാക്കി. മസ്ജിദുകളിൽ എന്താണോ നിർവഹിക്കേണ്ടത് അത് ഏതെങ്കിലും സഭകുടീരങ്ങളുടെ അടുക്കൽ പോയി, മഖാമുകളുടെ അടുത്തേക്ക് പോയി, പ്രവാചകന്മാരുടേതോ അല്ലാത്തവരുടേതോ ആകട്ടെ, അത്തരത്തിലുള്ള ഖബറിടങ്ങളിൽ പോയി അവർ ആരാധനാകർമ്മങ്ങൾ ചെയ്തു. അതുകൊണ്ടാണ് ജൂത ക്രൈസ്തവർ ശപിക്കപ്പെട്ടത്. അത് ജൂത ക്രൈസ്തവർക്ക് മാത്രമുള്ള ഒന്നല്ല. ആ പ്രവർത്തനം ആര് ചെയ്താലും, അത് മുസ്ലിം പേരുള്ള ആൾ ചെയ്താലും അവരും ഇത് തന്നെയാണ്. അള്ളാഹുവിന്റെ ലഅനത്ത് പറഞ്ഞ അതേ വിഭാഗം തന്നെയാണ്. വീണ്ടും കുറച്ചുകൂടി സമയം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാറിൽ തലചായ്ച്ചുകൊണ്ട് കിടക്കുന്ന സമയം പ്രവാചകനെ കാണാൻ വേണ്ടി അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരനുമാണ്. നബിനെ കാണാൻ വേണ്ടി വന്നതാ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു അറാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറാക്കിന്റെ കൊള്ളിയിലേക്ക് ഇങ്ങനെ നോക്കി. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി പ്രവാചകൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ചോദിച്ചു, പ്രവാചകരെ നിങ്ങൾക്കിത് വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലാങ്ങി കാണിച്ചു. അത് വാങ്ങി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വായിലിട്ട് അത് ചവച്ച് അത് പദം വരുത്തിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുള്ള ഒരു ഫഖ്ർ ഉണ്ടായിരുന്നു, എന്റെ ഉമിനീരും പ്രവാചകന്റെ ഉമിനീരുമാണ് അവസാനമായിട്ടുണ്ടായത്, അവസാനമായിട്ട് ചേർന്നിട്ടുള്ളത് എന്ന് പറയുന്ന പദങ്ങൾ വരെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് പോലും സുന്നത്തിനോട് കാണിക്കുന്ന ഒരു പ്രാധാന്യമുണ്ട്. മിസ്വാക്ക് ചെയ്യുക എന്നതൊരു സുന്നത്താണെങ്കിൽ ആ അവസാന സമയമാണെങ്കിലും സുന്നത്തിന് മുസ്ലിമീങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നതുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ആ ദിവസത്തിലുള്ള 8ാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ വേദനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ഒരു വേദനയുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മാറിൽ തല ചായ്ച്ച് കിടക്കുന്നു. പ്രവാചകന്റെ അടുക്കൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഒരു തോലിന്റെ പാത്രം, അതിൽ വെള്ളം നിറച്ചിട്ടുണ്ട്, ഒരു ശീലയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ഇങ്ങനെ തന്റെ കൈകൾ മുക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിയർത്തൊലിക്കുന്ന തന്റെ നെറ്റി ഇങ്ങനെ തടവും.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന ലിൽ മൗതി സഖറാത്ത്. ആയിഷ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, തീർച്ചയായും മരണത്തിന് കഠിനമായ വേദനയുണ്ട്. ആരാണ് പറയുന്നത്? അല്ലാഹു ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തിത്വം, അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതൻ, അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, ഇന്ന ലിൽ മൗതി സഖറാത്ത്, മരണത്തിന് ശക്തമായ വേദനയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒന്ന് സ്വയം പരിശോധിക്കണം. നമ്മളും മരണത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ജനിച്ചോ എന്തായാലും മരണമുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മരണത്തിന്റെ വേദനയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എത്ര വേദനയിലായിരിക്കും? ചില വാചകങ്ങളിൽ സ്വഹാബിമാർ പോലും പറയുന്നുണ്ട്, അവരുടെ തല മുതൽ കാല് വരെ അറുക്കുന്നത് പോലുള്ള വേദന, ഈരുന്നത് പോലുള്ള വേദന, 1000 കത്രികകൾ ഒരുമിച്ച് ശരീരത്തിൽ മുറിക്കുമ്പോഴുള്ള വേദന എന്ന് സ്വഹാബിമാർ അവരുടെ അനുഭവങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ അവസാന നിമിഷങ്ങളിൽ പോലും അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ മരണത്തിന്റെ വേദന എന്തായിരിക്കും? തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന, ഹറാമുകളിൽ നിന്ന് ഹറാമുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു നമുക്ക് നമ്മുടെ മരണത്തിന്റെ വേദന ലഘൂകരിച്ചു തരുമാറാവട്ടെ. അവിടെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസാനത്തെ രംഗം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം, മരണരംഗം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പ്രവാചകൻ ഇങ്ങനെ എൻ്റെ മടിയിലേക്ക് ചായ്ഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ മേൽപ്പൂരയിലേക്ക് നീങ്ങി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം ഇങ്ങനെ വരാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടിലേക്ക് ഞാൻ എൻ്റെ കാതുകൾ ചേർത്ത് വെച്ചു. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ആ സമയത്ത് പ്രവാചകൻ തന്റെ വിരലുകൾ ഉയർത്തി ആകാശത്തേക്ക് ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് പറയാ, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ അല്ലാഹുമ്മ ഗ്ഫിർ ലീ വർഹംനി അല്ലാഹുമ്മ റഫീഖുൽ അഅല അല്ലാഹുമ്മ റഫീഖുൽ അഅല അല്ലാഹുമ്മ റഫീഖുൽ അഅല. അല്ലാഹുവേ, എനിക്ക് പുറത്തു തരണേ, എന്നോട് കരുണ കാണിക്കണേ, നീയാണ് ഏറ്റവും നല്ല എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ താഴുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ അടയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വാചകം, അള്ളാഹുവിനെ സ്നേഹിതനായി സ്വീകരിച്ചു. അത് വെറും ഒരു വാക്കല്ല, തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു. ഈ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ആ ദിവസം എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് സന്തോഷിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് അന്ന് ആഹ്ലാദിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് അന്ന് ആനന്ദിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് അന്ന് പുതുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ജാഥകൾ സംഘടിപ്പിക്കാൻ കഴിയുക? ഒരു വിശ്വാസിക്ക് കഴിയൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം ആ മദീനയെ സംബന്ധിച്ചിടത്തോളം ഇരുട്ട് മൂടിയ ദിവസമായിരുന്നു. സ്വഹാബിമാരുടെ ജീവിതത്തിൽ അവരുടെ കണ്ണിലേക്ക് ഇരുട്ട് കയറിയ ദിവസമായിരുന്നു. അത്രത്തോളം വേദനയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകുക. എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം ആ വേദന പറഞ്ഞുകൊണ്ട് ഒരു കറുത്ത റിബനും വെച്ചുകൊണ്ട് നമ്മൾ നടക്കണമെന്നാണോ? കറുത്ത വസ്ത്രം ധരിക്കണമെന്നാണോ? ഒരിക്കലുമല്ല. മറിച്ച് ആ ദിവസത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. നമ്മുടെ നേതാവ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ദിവസമാണ്. ആ നേതാവ് പറഞ്ഞ കുറേ ഉപദേശങ്ങളുണ്ട്, വസീയത്തുകളുണ്ട്. ആ വസീയത്തുകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും ചരിത്രങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന വാർത്ത തൻ്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ആ സ്വഹാബിമാർ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുണ്ടാകുക? അതുകൂടി ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതേ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതെങ്കിൽ ഇതേ ദിവസമാണ് സ്വഹാബിമാർ പലതും അനുഭവിച്ചതും. ആ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞൊരു വാചകം നമ്മളൊന്ന് ഓർക്കണം. അൻസാരിയായ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, ഇന്നഹു ലയഅതീനി വഖ്ത് അദുന്നു അന്നനി ഇല്ലം അറക ഫീഹി അമൂത്. അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ ജീവിതത്തിൽ ചില സമയങ്ങൾ എനിക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളെ കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടാവും. നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ അപ്പം ഞാൻ മരിച്ചു പോകും എന്നെനിക്ക് തോന്നുക. അങ്ങനത്തെ ഒരു ദിവസം, അങ്ങനത്തെ ചില സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ്റെ കൈ പിടിച്ച് കരയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെന്ന ആഗ്രഹമാണ് അവർക്കുള്ളത്. എന്നിട്ട് ആ സ്വഹാബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് എപ്പോഴെങ്കിലും നിങ്ങളെ കാണണമെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ മതി,
മദീന പള്ളിയിലേക്ക് വന്നാൽ മതി, എനിക്ക് കാണാൻ പറ്റും. പക്ഷേ ഞാൻ മരണപ്പെട്ടാൽ, നിങ്ങൾ മരണപ്പെട്ടാൽ, നിങ്ങളൊരു പക്ഷേ സ്വർഗത്തിന്റെ ഉന്നതമായ ഭാഗത്തായിരിക്കും. ഞാനെങ്ങാനും സ്വർഗത്തിൽ കിടന്നാൽ തന്നെ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ? ഇതാലോചിക്കുമ്പോൾ എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല എൻ്റെ വീട്ടിൽ. ഈ വാചകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താ പറയേണ്ടതെന്ന് കിട്ടുന്നില്ല. കുറച്ചു കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങി. വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹുവിനെയും റസൂലിനെയും ആരാണോ അനുസരിച്ച് ജീവിക്കുന്നത് അവർ പ്രവാചകന്റെ കൂടെ ഉണ്ടാകും എന്നൊരാശയമാണ് ഈ ആയത്തുള്ളത്. ഈ ആയത്ത് കേട്ടപ്പോൾ ആ സ്വഹാബിക്ക് സന്തോഷമായി. അവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ സ്വഹാബിമാർക്കും സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ നേതാവിന്റെ കൂടെ സ്വർഗത്തിൽ പ്രവാചകന്റെ അരികത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനും റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിക്കും. അല്ലാത്തവർക്കില്ല. അല്ലാത്തവർക്കൊരിക്കലും ആ പ്രവാചകനെ കാണാനോ പ്രവാചകന്റെ സാമീപ്യം നേടാനോ സാധിക്കുന്നതല്ല. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന വാർത്ത സ്വഹാബിമാരിൽ ഇങ്ങനെ പടരാൻ തുടങ്ങി. പലരും വിശ്വസിച്ചില്ല. പല ആളുകളും പറഞ്ഞു, ഇല്ല, പ്രവാചകൻ വഫാത്തായിട്ടില്ല. അതിൽ മുൻപന്തിയിലായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉള്ളത്. അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല, ഉറപ്പാണ്. പണ്ട് മൂസാ നബി അലൈഹിസ്സലാം സീനാ പർവ്വതത്തിലേക്ക് പോയപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു മൂസാ നബി വഫാത്തായി. പിന്നെ മൂസാ നബി തിരിച്ചു വന്നില്ലേ? അതുപോലെ 40 ദിവസം കഴിഞ്ഞ നബി തിരിച്ചു വരും, നബി വഫാത്തായിട്ടില്ല. ഇതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാദം. അദ്ദേഹത്തിന്റെ കൂടെയും ചില ആളുകൾ കൂടി. പക്ഷേ കുറച്ചു കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീനത്തുണ്ടായിരുന്നില്ല, അദ്ദേഹം അതിർത്തി പ്രദേശത്തായിരുന്നു. ഈ വാർത്ത കേട്ടിട്ട് അദ്ദേഹം വേഗത്തിൽ വന്നു, തന്റെ വാഹനം നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിടത്തിയിട്ടുള്ള റൂമിലേക്ക് കയറി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ചെവിയുടെ ഭാഗത്ത് പ്രവാചകന്റെ കവിളിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് നബിയുടെ 2 കണ്ണുകൾക്കിടയിലായിക്കൊണ്ട് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. ഖുർആനിന്റെ ഒരു ആയത്ത്. പ്രവാചകരെ, നിങ്ങൾ മരിക്കും, അവരും മരിക്കും. എന്നിട്ട് വീണ്ടും പറഞ്ഞു, റസൂലെ, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധമാണ്, വഫാത്തായപ്പോഴും സുഗന്ധമാണ്. ഈ വാചകം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്നും കേട്ടപ്പോൾ സ്വഹാബിമാർക്ക് അത്ഭുതമായി. അവർ ചോദിച്ചു, അബൂബക്കർ, പ്രവാചകന്റെ സുഹൃത്തെ, നിങ്ങൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നാണോ? അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഒരു ഉയർന്ന ഭാഗത്തേക്ക് കയറി സ്വഹാബിമാരോട് മിണ്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു സംസാരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ദേശത്തിലാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ഹംദും സലാത്തും ചൊല്ലി. എന്നിട്ട് അദ്ദേഹം പറയാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതില ഖലബതും അലാ അൽഖാബികും എന്ന് തുടങ്ങുന്ന ഖുർആനിന്റെ ആയത്ത് ഇങ്ങോട്ട് ഓതി കൊടുത്തു. മുഹമ്മദ് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ പോലുള്ള ഒരു പ്രവാചകൻ മാത്രമാണ്. അദ്ദേഹം മരണപ്പെടുകയോ അദ്ദേഹം കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണോ? ആ ഒരു വാചകമായിരുന്നു. സഹാബിമാർക്ക് മനസ്സിലായി. വീണ്ടും ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അവിടുന്ന് അങ്ങോട്ട് മദീനയുടെ ചിത്രം മാറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് കേട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത ആളുകൾ, വീട്ടിലേക്ക് കയറാൻ കഴിയാത്ത ആളുകൾ നിന്ന നിൽപ്പിൽ അവിടെ തന്നെ നിൽക്കുക. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീന പ്രകാശപൂരിതമായത്, മദീന മുനവ്വറയായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെയും കൂട്ടിക്കൊണ്ട് മദീനയിലേക്ക് വന്ന അന്നില്ലേ, അന്ന് മദീന പ്രകാശപൂരിതമായിരുന്നു. പക്ഷേ ആ റബീഉൽ അവ്വൽ 12 അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞപ്പോൾ മദീന ഞങ്ങൾക്ക് ഇരുട്ടായതുപോലെ തോന്നി. ആർക്കും ഒന്നിനും താല്പര്യമില്ലാത്തൊരവസ്ഥ. ചില താബി പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ആ താബികളായ ആളുകൾ ചെറുപ്പത്തിൽ അവരിങ്ങനെ മദീനയുടെ ഭാഗത്തേക്ക് വന്നപ്പോൾ ആരും പുറത്തില്ലാത്തൊരവസ്ഥ, ആർക്കും ഒന്നിനും താല്പര്യമില്ലാത്തൊരവസ്ഥ. അവർ ചോദിച്ചു, എന്താണ് ഇവിടെ, എവിടെ പോയി ആളുകളെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിക്ക. ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ. നമ്മളെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചാൽ എന്താ കാര്യം പ്രിയപ്പെട്ടവർ? നമ്മുടെ ഉമ്മ മരിച്ചാലേ നമുക്ക് ഉണ്ടാകുന്നൊരു വേദന ഉണ്ട്. നമ്മുടെ വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ആലോചിച്ചുകൊണ്ട് നമ്മൾ കരയും. നമ്മുടെ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. ദിവസങ്ങളോളം ഒരു പക്ഷേ സ്വബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. എന്നാൽ നമ്മുടെ വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, നമ്മുടെ മക്കളേക്കാൾ, നമ്മുടെ ഇണകളേക്കാൾ എല്ലാം നമ്മൾ സ്നേഹിക്കേണ്ട ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, അതാണ് സ്വഹാബത്തിന്റെ ജീവിതത്തിലെ ഇരുട്ടുള്ള അധ്യായമായി മാറിയതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻഗാമികൾ വിട്ടേച്ചു പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. പ്രവാചകൻ തുറന്നു വെച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളുണ്ട്. അത് മുഴുവൻ സ്വീകരിച്ചുകൊണ്ടായിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്.